ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു 30 വയസ്സ് മുതൽ നമ്മുടെ മസിൽസിന് ക്ഷതം സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സെഡൻഡറി ആണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് അതിനെ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഒരു 90% ആൾക്കാരുടെയും രീതി അങ്ങനെയാണല്ലോ. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു എക്സസൈസ് ചെയ്യുന്ന സാഹചര്യം ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അതുണ്ടാവും. അപ്പോൾ അതിനെ സാർക്കോപ്പീനിയ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ഈ പറഞ്ഞത്. ഈവൻ നോർമലി ഹെൽത്തി ആൾക്കാർക്കും നിങ്ങൾക്ക് വേറെ ഒരു കുഴപ്പമില്ലെങ്കിലും നിങ്ങൾ ആഴ്ചയിൽ ഒരു 60 മിനിറ്റ് മുതൽ 150 മിനിറ്റ് എങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യണം. ഈ എക്സസൈസ് റെസിസ്റ്റൻസ് ട്രെയിനിങ് ആയിരിക്കണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ മസിൽസിൽ ഹൈപ്പർട്രോഫി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? നമ്മുടെ മസിൽസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യും, ഹൈപ്പർട്രോഫി ഉണ്ടാവും. അപ്പോൾ എന്താണ്? കൂടുതൽ പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട്, കൂടുതൽ GLUT4 റിസപ്റ്റേഴ്സ് ഉണ്ട്, കൂടുതൽ ഗ്ലൂക്കോസ് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മസിൽ ഹൈപ്പർട്രോഫി മസിലിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മളൊരു ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കണം. ഹൈ പ്രോട്ടീൻ എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് പ്രോട്ടീൻ ഡയറ്റ് എടുക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹൈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ പേടിക്കും. അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ്റെ ഒരു യൂഷ്വൽ റിക്വയർമെൻ്റ് എന്ന് വെച്ചാൽ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ 0.8 to 1.2 ഗ്രാം പെർ കിലോഗ്രാം. ഇപ്പോൾ ഈസി ആയിട്ട് റിമെമ്പർ ചെയ്യാൻ 1 ഗ്രാം പെർ കിലോഗ്രാം. അപ്പോൾ നമ്മൾ 70 kg ഉള്ള ഒരാളാണെങ്കിൽ ഒരു 70 ഗ്രാം എങ്കിലും പ്രോട്ടീൻ നമ്മൾ എടുക്കണം, ഡെയിലി എടുക്കണം. അപ്പോൾ അത് നമ്മുടെ ഡയറ്റിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ് പലപ്പോഴും. കാരണം നമ്മുടെ ഡയറ്റിൽ കൂടുതലും ഈ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡയറ്റിൽ വളരെ കോമൺ, അല്ലെങ്കിൽ ഇന്ത്യൻ ഡയറ്റിൽ കോമൺ. അപ്പോൾ പ്രോട്ടീൻസ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. സോയാ ചങ്ക്സ്, പീസ്, പനീർ, അതുപോലെ തന്നെ ഉള്ള എഗ് വൈറ്റിൽ നമുക്കൊരു 6 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. 2 എഗ് വൈറ്റ് കഴിച്ചാൽ 12 ഗ്രാം പ്രോട്ടീനായി. അതുപോലെ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിക്കൻ, ഫിഷ്, ഇങ്ങനത്തെ നോൺ വെജിറ്റേറിയൻ കാര്യങ്ങളിലും പ്രോട്ടീൻ ഉണ്ട്. പക്ഷേ പൊതുവേ ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ പ്രിഡോമിനൻ്റ്ലി പ്ലാന്റ് പ്രോട്ടീൻ ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. പ്ലാന്റ് പ്രോട്ടീൻസ് നമ്മൾ യങ്ങർ ഏജ് ഗ്രൂപ്പിൽ ആനിമൽ പ്രോട്ടീൻ വളരെ നല്ലതാണെങ്കിലും നമ്മൾ ഓൾഡർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു റീബാലൻസിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതലും പ്ലാന്റ് പ്രോട്ടീൻ, ആനിമൽ പ്രോട്ടീൻ നിങ്ങൾ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആയിരിക്കണം, ആനിമൽ പ്രോട്ടീൻ എടുക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്. അത്രയും എടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ റെഡ് മീറ്റ്, അൾട്രാ പ്രോസസ് മീറ്റ്, സോസേജസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ബർഗേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവേ ഇച്ചിരി ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആൻഡ് ഗോ ഫോർ എ ഹെൽത്തി ഡയറ്റ് വിത്ത് മോർ പ്ലാന്റ് പ്രോട്ടീൻസ്. അപ്പോൾ പ്ലാന്റ് പ്രോട്ടീൻസും അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് നമ്മൾ അഡിക്വേറ്റ് ആയിട്ട് എടുക്കുക. അതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ട്രെയിനിങ്. പല പഠനങ്ങളിലും നമ്മൾ മനസ്സിലായിരിക്കുന്നത് വെച്ചാൽ നന്നായിട്ട് റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്ന വ്യക്തികളിൽ എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ഡേ ജിമ്മിൽ ചിലവഴിക്കണം എന്നല്ല പറയണത്. 60 മിനിറ്റ് പെർ വീക്ക് എന്ന് പറഞ്ഞാൽ ഒരു 9 മിനിറ്റ് പെർ ഡേ ആണ്. നമ്മളൊരു സീരിയൽ കാണുന്നതിൻ്റെ താഴെയുള്ള, അല്ലെങ്കിൽ ഒരു റീല് കാണുന്നതിൻ്റെ താഴെയുള്ള സമയം മാത്രമേ ഉള്ളൂ. ആ 9-10 മിനിറ്റ്സ് നമ്മൾ ഡെയിലി ചെയ്താൽ പോലും അത് നമ്മുടെ മോർട്ടാലിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഓൾ കോസ് മോർട്ടാലിറ്റി എന്നാണ് അതിനെ ടെക്നിക്കലായിട്ട് പറയുന്നത്. നമ്മൾ മരിക്കാനുള്ള സാധ്യത 15 മുതൽ 20% കുറവാണ്. സോ മസിൽ ട്രെയിനിങ് ഇസ് ദ കീ ടു ലോഞ്ചിവിറ്റി, കീ ടു ഹെൽത്ത്. ആൻഡ് ഈ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ മസിൽസിനെ എക്സസൈസ് ചെയ്യിപ്പിക്കാൻ. ഓക്കെ. അപ്പോൾ ഈ മസിൽസും ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ലോഞ്ചിവിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മസിൽ ട്രെയിനിങ്. ഇപ്പോൾ ഈ മസിൽസും ഈ ലോഞ്ചിവിറ്റി, അതുപോലെ ബോൺ സ്ട്രെങ്ത്, ഇതൊക്കെ തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ മസിൽസ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബോഡിക്കകത്ത് തന്നെയുള്ള ഒരു ഇൻബിൽറ്റ് ഫാർമസിയാണ്. നമ്മളതിനെ ഉപയോഗിക്കണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മളതിനെ കൺട്രാക്ട് ചെയ്യിപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മസിൽസിൻ്റെ അകത്തുനിന്ന് മയോകൈൻസ് ഉണ്ടാവും. മയോകൈൻസ് എന്ന് വെച്ചാൽ ഐറിസിൻ, ഇന്റർലൂക്കിൻ, അതുപോലെയുള്ള പല ഹോർമോൺസ് പോലെ ഹോർമോൺ ലൈക്ക് സബ്സ്റ്റൻസസ് ഉണ്ടാവും. ഈ ഐറിസിൻ എന്നൊക്കെ പറയുന്ന സാധനം ബോൺസിനെ സ്ട്രെങ്തൻ ചെയ്യും, ഓസ്റ്റിയോബ്ലാസ്റ്റിനെ, ബോണിൻ്റെ അകത്ത് ബോൺ ഉണ്ടാക്കുന്ന ആ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. പിന്നെ അത് നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്യും. നമുക്കറിയാലോ നമ്മുടെ ബ്ലഡും ബ്രെയിനും തമ്മിലൊരു ബാരിയർ ഉണ്ട്. ഇപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ ബ്രെയിനിലെത്തില്ല. അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. അപ്പോൾ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഐറിസിൻ. അപ്പോൾ ഈ മയോക്കൈൻ, ഈ മസിൽ നിന്നുണ്ടാവുന്ന ഈ സാധനം നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ വെച്ച് ഇതിനെ എക്സസൈസ് ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധനമാണ്. അത് ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്തിട്ട് നമ്മുടെ ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, പുതിയ ന്യൂറോൺസിനെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് അൽഷീമേഴ്സ് ഡിമെൻഷ്യ കുറവാണ്. സോ ഇതുപോലെയുള്ള ഡിമെൻഷ്യ വരാനുള്ള സാധ്യത കുറവാണ് ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരിൽ. അത് ഈ ഡെയിലി എക്സസൈസ് വെച്ചാൽ 10 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്ന കാര്യം പറയണേ. ഇപ്പോൾ 24 മണിക്കൂറിൽ നമ്മൾ 10 മിനിറ്റ് കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ ആ ചെയ്യണ എക്സസൈസ് വെറുതെ പുറത്ത് നമ്മൾ ഒന്ന് കറങ്ങി നടന്നിട്ട് കാര്യമില്ല. യു ഹാവ് ടു ഡു റെസിസ്റ്റൻസ് ട്രെയിനിങ്. അത് ചെറിയ ഡംബൽസ് വെച്ച് തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചെയ്യുമ്പോൾ നമുക്ക് ബ്രെയിൻ ഹെൽത്ത് ബെറ്റർ ആവും, ബോൺ ഹെൽത്ത് ബെറ്റർ ആവും, കാർഡിയക് ഹെൽത്ത് ബെറ്റർ ആവും. അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന
ഒറ്റമൂലി, എല്ലാവർക്കും ഒറ്റമൂലിയെക്കുറിച്ചാണല്ലോ അറിയേണ്ടത്. ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെസിസ്റ്റൻസ് ട്രെയിനിങ്. ആ റെസിസ്റ്റൻസ് ട്രെയിനിങ് നമ്മൾ റെഗുലറായിട്ട് നമുക്ക് ചെയ്യാമെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്റ്റെപ്പായിരിക്കും. അതിന് ഒരു മെഡിക്കേഷനും, ഞാനൊരു മോഡേൺ മെഡിസിൻ ഡോക്ടറാണ്, എന്നാലും ഞാൻ പറയുന്നു ഒരു മെഡിക്കേഷനും അതിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഈ ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക് അവരുടെ മസിൽസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, മസിൽസ് ഹെൽത്തി ആക്കി വെക്കുക എന്നുള്ളത്? സോ ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് ശരിക്കും. കാരണം നമ്മൾ മസിൽസിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോൺസിനെയും നമ്മുടെ ശരീരത്തിനെയും ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു റോപ്സ് ആൻഡ് പുള്ളീസ് പോലെയുള്ള ഒരു സാധനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ അടുത്ത കാലത്ത് നമുക്ക് മനസ്സിലായിരിക്കുന്ന മസിൽസ് അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഈ സ്കെലിറ്റൽ മസിൽസ്, നമ്മുടെ കാലിലെയും കയ്യിലെയൊക്കെ മസിൽസ് ശരിക്കും ഒരു എൻഡോക്രൈൻ ഓർഗനാണ്. അപ്പോൾ പ്രമേഹമായിട്ടുള്ള അതിൻ്റെ കണക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിൻ്റെ അകത്തുള്ള ഗ്ലൂക്കോസിൻ്റെ 80% ക്ലിയറൻസും മസിലിലൂടെയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ മനസ്സിലാക്കുക, ഇപ്പോൾ ഗ്ലൂക്കോസ് കാറാണെങ്കിൽ പാർക്കിംഗ് ലോട്ട് മസിലാണ്. ഓക്കെ. അപ്പോൾ നമുക്കൊരു 50 കാറ് പാർക്ക് ചെയ്യണ ഒരു സ്ഥലം, ഒരു 50 കാറുണ്ട് പാർക്ക് ചെയ്യാനായിട്ട് ഓടി കിടക്കുന്നു. നമ്മുടെ പാർക്കിംഗ് ലോട്ട് 100 കാർ ഇടാൻ പറ്റുന്ന സ്പേസ് ആണെങ്കിൽ നോ പ്രോബ്ലം, അതവിടെ പാർക്ക് ചെയ്യപ്പെടും, ആർക്കും കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടില്ല. പക്ഷെ നേരെ തിരിച്ചാണെങ്കിൽ ഈ ഗ്ലൂക്കോസ് ആയ കാറുകൾ പാർക്കിംഗ് സ്ലോട്ട് ഇല്ലാതെ ബ്ലഡിൽ കൂടെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഷുഗറിൻ്റെ ലെവൽ കൂടും. അപ്പോൾ ഈ മസിലിൻ്റെ അകത്തുള്ള പെരിഫറൽ റെസിസ്റ്റൻസ് ഒരു ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോസാണ്. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബ്ലഡിൻ്റെ അകത്ത് ഗ്ലൂക്കോസ് കൂടുമ്പോൾ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാക്കും. ഈ ഇൻസുലിൻ്റെ ജോലി മസിലിൻ്റെ അടുത്ത് പോയി കൊട്ടി ആ വാതിൽ തുറപ്പിക്കുക എന്നുള്ളതാണ് ഇൻസുലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആക്ഷൻ. അതായത് പാർക്ക് ചെയ്യാൻ വണ്ടി വന്നിട്ടുണ്ട് അറിയിക്കുക. അപ്പോൾ ഈ സിഗ്നൽ ഇൻസുലിൻ കൊടുക്കുമ്പോൾ ഈ മസിലിൻ്റെ ഉള്ളിൽ നിന്ന് GLUT4 എന്ന് പറയുന്ന ചില റിസപ്റ്റേഴ്സ് സെൽസ് ഈ സർഫസിലേക്ക് വരും. എന്നിട്ട് അവരൊരു ഗേറ്റ് തുറന്നു കൊടുക്കും. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ GLUT4 എന്ന് പറഞ്ഞാൽ ആ റിസപ്റ്റേഴ്സ് വന്ന് ആ ഗേറ്റ് തുറക്കുമ്പോഴാണ് ഗ്ലൂക്കോസ് അകത്തേക്ക് എൻ്റർ ചെയ്യണത്. അപ്പോൾ ഇതാണ് സാധാരണ നടക്കേണ്ടത്. ഇപ്പോൾ ഈ ഡയബറ്റീസിൽ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിഗ്നലിംഗ് കറക്റ്റ് അല്ല. അപ്പോൾ ഇൻസുലിൻ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഇൻസുലിൻ വന്ന് മസിലിനോട് പറയുമ്പോൾ മസിൽ ഒന്നും ഓപ്പൺ ചെയ്യുന്നില്ല, റിയാക്ട് ചെയ്യുന്നില്ല. ഈ GLUT4 റിസപ്റ്റേഴ്സ് മുകളിലേക്ക് വരുന്നുമില്ല, ഇതിനെ തുറന്നു കൊടുക്കുന്നുമില്ല. അപ്പോൾ ആ സിഗ്നലിംഗ് പാത്വേയിലെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് ആണ് ഒരു ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മെക്കാനിസം. ഈ സിഗ്നലിംഗ് പാത്വേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പാൻക്രിയാസിലെ ഗ്രന്ഥികൾ കൂടുതൽ ഇൻസുലിൻ ഇത് നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും ഇത് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും. കാരണം അതിനെ ചെയ്യാൻ പറ്റണത് അതിന് ചെയ്യാൻ പറ്റണതേ ഉള്ളൂ. ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി കൂടുതലും ഇൻസുലിൻ ഉണ്ടാക്കും. അങ്ങനെ അത് ഫെയിലാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് നടക്കണേ. അപ്പോൾ ഇത് മറികടക്കാൻ വേണ്ടി നമുക്ക് മസിലിൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഈ GLUT4 റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ്. അതായത് ഡയബറ്റീസ് ഉള്ള ഒരാൾ ഏറ്റവും ഇപ്പോൾ ഡോക്ടറെ പോയി കണ്ട് മെഡിസിൻ എടുക്കുന്നതിനോടൊപ്പം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു ജിമ്മിൽ പോയി മെമ്പർഷിപ്പ് എടുത്തിട്ട് റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടറിന്റെ മരുന്നുകളെക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഒരു മരുന്നിനും ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഈ GLUT4 റിസപ്റ്റേഴ്സിനെ റീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശരിക്കും ജിമ്മിൽ പോയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നമ്മൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യണം. എന്ന് വെച്ചാൽ മസിൽസ് ഷുഡ് ബി സ്ട്രെച്ച്ഡ് അഗൻസ്റ്റ് റെസിസ്റ്റൻസ്. അതിന് നമുക്ക് 2 ഡംബൽസ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് വീട്ടിലും ചെയ്യാം. പക്ഷേ ഈ റെസിസ്റ്റൻസ് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്നതിലൂടെ 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, ഈ GLUT4 റിസപ്റ്റേഴ്സ് കുറച്ചും കൂടി ആക്റ്റീവ് ആവും. 2, ഈ ഇൻസുലിൻ അല്ലാത്ത രീതിയിലുള്ളൊരു ഇൻഡിപെൻഡൻറ്റ് ബാക്ക്ഡോർ പാത്തും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. എന്ന് വെച്ചാൽ സാധാരണ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഗ്ലൂക്കോസ് അകത്തേക്ക് എടുക്കണമെങ്കിൽ ഇൻസുലിൻ മീഡിയേറ്റഡ് ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് പാത്വേയിലൂടെ ഈ ഇൻസുലിൻ ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ആ സിഗ്നലിംഗ് കറക്റ്റ് അല്ലെങ്കിലും, ആ ഇൻസുലിൻ്റെ സിഗ്നലിംഗ് ഇല്ലെങ്കിലും ഈ GLUT4 പാത്വേ ആക്ടിവേറ്റ് ആവും. അതുകൊണ്ടാണ് ഈ അഡ്വാൻസ്ഡ് ഡയബറ്റീസ് ആയിട്ടുള്ള ആൾക്കാരിലും എക്സസൈസ് ചെയ്താൽ ഷുഗർ കുറയണതിൻ്റെ കാര്യം അതാണ്. കാരണം വേറെ പാത്വേയിലൂടെ ഈ മസിൽസിൻ്റെ അകത്തേക്ക് ഗ്ലൂക്കോസിനെ കയറ്റും, അത് മസിൽസ് യൂസ് ചെയ്യും. അപ്പോൾ ഈ മസിലിൻ്റെ ക്ലിയറൻസ് 80% നമ്മുടെ ഗ്ലൂക്കോസും മസിലിലൂടെ ക്ലിയർ ചെയ്യുന്നു. അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് പോകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ
പ്രമേഹത്തിൻ്റെ നിയന്ത്രണം മോശമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ റെസിസ്റ്റൻസ് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത് യോഗ ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അതെല്ലാം നല്ലതാണ്, പക്ഷേ യോഗ ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വെറുതെ നടക്കുന്നതുകൊണ്ടോ അത് നടക്കാൻ പോകുന്നില്ല. സ്ട്രെങ്ത് ട്രെയിനിങ് തന്നെ ചെയ്യണം. മസിൽസ് നമ്മുടെ ഫാർമസിയാണ്. ആ ഫാർമസിയിൽ നിന്ന് മയോക്കൈൻസ് ഉണ്ടായി ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് നമുക്കിതെല്ലാം മറികടക്കണമെന്നുണ്ടെങ്കിൽ മസിൽസിനെ റെസിസ്റ്റൻസിനെതിരെ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്.